അപ്പോൾ ഞാനിന്ന് ക്രിസ്റ്റഫറിൻ്റെ കൂടെ ഇറങ്ങിയേക്കുന്നത്. അവൻ എന്നെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഒരു മൺസൂൺ ട്രക്കിംഗ് എക്സ്പീരിയൻസ്. അവിടെ അടുത്ത് തന്നെയാണ്, മലയാറ്റൂരടുത്ത് പാണക്കുഴി ഇക്കോ ടൂറിസം സെൻ്ററാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ നേരം ഇറങ്ങിയേക്കാണത്. ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. ഇത് മലയാറ്റൂരിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയുള്ള പാലമാണത്. അപ്പോൾ ഇത് മലയാറ്റൂരിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന വഴി പോയിട്ട് നമ്മൾ കോടനാടൊക്കെ തിരിയൂലേ, അവിടെ ആ റൂട്ടാണ് ഈ പാണക്കുഴി എക്കോ ടൂറിസം സെൻറ്റർ വരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ട്രക്കിംഗ് ചെറുതായിട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് പോകുന്നത്. ഞാൻ അവിടുത്തെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇതിലെ മുകളിലേക്ക് ഇറങ്ങണം. ഞങ്ങളല്ലേ ഇവിടെ ഈ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ? ഹെൽമെറ്റ് കിട്ടോ അല്ലെങ്കിൽ ബാഗിലല്ലോ. അല്ലേ, എനിക്ക് ഹെൽമെറ്റ് വണ്ടിയിൽ നിന്ന് വെച്ചിട്ട് പോയിരുന്നു. അതിന് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് പാണക്കുഴി ഇക്കോ ടൂറിസമാണ്. ഇവിടെ മലയാറ്റൂർ അടുത്താണ് വരുന്നത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കസിൻ ക്രിസ്റ്റഫറും കൂടി ഉണ്ട്. കുറച്ച് വ്ളോഗായിട്ട് പുള്ളിനെ കണ്ടില്ലായിരുന്നു. ഇന്നത്തെ വ്ളോഗിൽ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇന്ന് ക്രിസ്റ്റഫറിൻ്റെ കൂടെയാണ് വണ്ടിയിൽ വന്നത്. ഇത് നമ്മളവിടെ അടുത്ത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇതൊരു ചെറിയൊരു കയറ്റമുണ്ട്. ഇത് കയറി പോകുന്നത്. അധികം കയറ്റമുണ്ടോ? ഞാനിവിടെ ആദ്യമായിട്ട് വന്നേ. ക്രിസ്റ്റഫർ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് എന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. ഇങ്ങനൊരു സ്ഥലമുണ്ട്, നമുക്കിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഉണ്ടോ, രണ്ട് സൈഡും ചുറ്റും നല്ല തിക്ക് ഫോറസ്റ്റാണ്. രണ്ട് സൈഡ് കണ്ട നല്ല തിക്ക് ഫോറസ്റ്റ് ഉണ്ട്. ഇത് മാഗണി മരങ്ങൾ. നമ്മുടെ നേരത്തെ ഒരു കഴിഞ്ഞുള്ളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലിത്തോട് മഹാഗണി തോട്ടത്തിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലത്തെ മഹാഗണി മരങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. വേണ്ട, ഇത് വലുതൊക്കെ മരം സൈസ് ഉണ്ടോ? ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ക്ലോസിങ് ടൈമിനടുത്തായി. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും 4:30 കഴിയാറായിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം സമയമില്ല. പെട്ടെന്ന് ഇവിടെ പോയിട്ട് ജസ്റ്റ് നിങ്ങളെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ തന്നെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അത് ഞാൻ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് ഒരല്പം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം സമയമില്ല ഇവിടെ അടയ്ക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് എളുപ്പത്തിൽ പോയി വരാമെന്ന് വെച്ചു. അതുകൊണ്ട് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അന്നേരം കിണറാണോ പുറത്ത്?
എവിടെ നിന്നൊക്കെയോ വേഴാമ്പലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടില്ലേ? ആ അതുണ്ടോ, വേഴാമ്പലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മാഗണി തോട്ടം പോലെ തന്നെ ഒരു സിമിലർ ടു ലൈക്ക് ഒരു ഫോറസ്റ്റ് കൈൻഡ് ഓഫ് ഇക്കോ ടൂറിസം സ്പേസ് ആണ് ഇവിടെ. ഇന്നിപ്പോൾ അധികം ആൾക്കാരെ കണ്ടില്ല, ഇപ്പോൾ മഴയായതുകൊണ്ട്. പിന്നെ മാത്രമല്ല വൈകുന്നേരം ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈമിൽ അടുത്തായിരുന്നു ഞങ്ങൾ ട്രിപ്പിലേക്കും. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. ഏർമാളം അല്ല, ഇവിടെ ഒരു ഏർമാളം ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. എനിക്ക് ഹെൽമെറ്റ് ഊരാൻ പറ്റുന്നില്ല, മഴ പെയ്യുന്നതുകൊണ്ട് ഞാനിത് തലയിലിട്ട് വെച്ചേക്കാം. നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട്. ഇപ്പം മഴ നന്നായിട്ട് പെയ്തുകൊണ്ടേ എനിക്ക് തോന്നുന്നു ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നു. എല്ലാ ഡാമിൻ്റെ ഷട്ടർ തുറന്നു ഇവിടെ ഫുള്ള് വെള്ളം കയറും പെട്ടെന്ന്. ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാകും കേട്ടോ, അതാണ് മാഗണി തോട്ടം. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു, അവിടെ നിന്നിട്ട് ഈ സൈഡ് ഞാൻ കാണിച്ചായിരുന്നു. അതാണ് പഴംകുഴി ഇക്കോ ടൂറിസം സെൻ്ററിൽ നിന്ന് ആണ് മാഗണി തോട്ടം കാണുന്നത്. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിലിറങ്ങുന്നത് ഒരു ഇത്തിരി റിസ്ക്കിയാണ്. കാരണം നല്ല കുത്തൊഴുക്കുണ്ട്, നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. പിന്നെ കൂടാതെ എനിക്ക് തോന്നുന്നു ഡാമിൻ്റെ ഒക്കെ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾ മഴക്കാലത്തൊന്നും ഇവിടെ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം അത് ഇച്ചിരി റിസ്ക്കിയാണ്. പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് വെള്ളത്തിൽ ഇറങ്ങാം, അത് കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല വേനൽക്കാലത്ത് ഇവിടെ കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് ഈ വെള്ളത്തിൽ കൂടെ. അത് വെള്ളം അധികമായതുകൊണ്ടും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നിർത്തി വെച്ചേക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വാച്ച് ടവർ പോലൊരു ഏർമാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു സംഭവം കേട്ടോ. ഞങ്ങൾ എൻ്റെ മുകളിൽ നിന്ന് കയറിയായിരുന്നു, ഞാനിപ്പോൾ കാണിച്ചു തരാം വിഷ്വൽസ്. ഇതാണ് ഗൈസ് ഏർമാളം. ഇവിടെ നല്ല അടിപൊളി അപ്പുറത്തേക്ക് മാഗണി തോട്ടമൊക്കെ കാണാം, ഇവിടെ മലയൊക്കെ കാണാം, നല്ല അടിപൊളിയായിട്ട് പുഴ കാണാം. സൂപ്പറല്ലേ? ഞങ്ങളൊട്ടും പ്ലാൻഡ് ആയിട്ടല്ല വന്നായിരുന്നത് ഇത്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ 5 മണിക്ക് ക്ലോസിങ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ വിഷ്വൽസേ പകർത്താൻ പറ്റുള്ളൂ. ഇനിയും വേറൊരു ദിവസം ഇവിടെ എന്തായാലും ഞാൻ വരുന്നുണ്ടാവും, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് കവർ ചെയ്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും ഒരു മാഗണി തോട്ടം പോലെ തന്നെ നല്ലൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ടൂറിസം സ്പോട്ടാണ്. എറണാകുളം ജില്ലയിൽ മലയാറ്റൂർക്ക് അടുത്ത് സ്ഥിരീകരിക്കുന്നൊരു സ്ഥലമാണ് പഴംകുഴി ഇക്കോ ടൂറിസം. ഇപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മുടെ ഈ വ്ളോഗ് വന്നതിന് ശേഷം ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഈ സ്ഥലത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി അവർക്കൊക്കെ ഇൻട്രസ്റ്റ് തോന്നി കൂടുതൽ ആൾക്കാർ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നല്ലൊരു സ്ഥലമാണ്, ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഇപ്പോൾ കെവിൻസ് ക്യാമ്പ് സൈനിങ് ഓഫ് ഫ്രം പഴംകുഴി ഇക്കോ ടൂറിസം.